ഇന്നത്തെ പലഹാരപ്പണിക്കുള്ള പണി ദേ ചോറൂണ് കഴിഞ്ഞതും നോക്കിയിട്ടാ, അല്ലെങ്കിൽ കുട്ടികൾ വരുമ്പോഴേക്കും കഴിയില്ല. അപ്പോൾ ദേ ഈ സിനിമ കണ്ടിട്ടാ അരിയാനിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ക്യാരറ്റ് വേണം. അപ്പോൾ ക്യാരറ്റ് വേഗം തൊണ്ട കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കഷ്ണം തിന്നൂട്ടാ, എന്നിട്ടാണ് അരിയാനിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റും സബോളയും കൂടിയിട്ടാണ് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അധികം കഷ്ണങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സബോളയും അങ്ങനെ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ, ചെറിയ കഷ്ണങ്ങളായിട്ട്. എന്നിട്ട് ഇതുപോലെ റെഡിയാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് എന്തിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലല്ലേ. അപ്പോഴേക്കും സബോള കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടാണ്. നല്ലോണം കണ്ണൊക്കെ നേറി. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഉണ്ടാക്കുന്നത് നൂഡിൽസ്. നെസ്റ്റോയിലേക്ക് ഇപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഈ ഐറ്റം ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. ഈ ഇപ്പിയും മാഗിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ സാധനം ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് എങ്ങനെയാവണമെന്ന് അറിയില്ല. അപ്പോൾ വേഗം തന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചു വിട്ടാൽ. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ നൂഡിൽസ് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വേവിക്കും. നല്ലോണം വേവിക്കുന്ന വെച്ചാൽ ഉടഞ്ഞൊന്നും പോയില്ല. ഒരു വിധം വേവിച്ചെടുത്തിട്ട് അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഊറ്റിയെടുക്കൂട്ടാ. ഇതുപോലെ ഊറ്റിയെടുത്തിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ എടുക്കും, പിന്നെ ഇങ്ങനെ നല്ലോണം അരിപ്പയിൽ ഇങ്ങനെ അരിച്ചെടുക്കൂട്ടാ. അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ ആ ചീനിച്ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുള്ളൂ കേട്ടോ, അധികമൊന്നും ഒഴിക്കില്ല. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സബോളയും ക്യാരറ്റും ഒരു പച്ചമുളക് ഇട്ടുണ്ട് കേട്ടോ, അതും കൂടി നല്ലോണം വഴറ്റിയെടുക്കും. നല്ലോണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചിയിലൊന്നും വഴറ്റണ പോലെ വഴറ്റില്ല ഞാൻ. അതായത് ഈ പരിവാകുമ്പോൾ അതിൽ കിട്ടണ ആ മസാല ഉണ്ടല്ലോ, ആ പാക്കറ്റിൽ മസാലപ്പൊടി ഉണ്ടാവും, അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നൂഡിൽസ് വേവിച്ച് വെച്ചത് ഇട്ടു കേട്ടോ. എന്നിട്ട് ആ മസാലയും കൂടിയും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തു കേട്ടോ. അത് ഇങ്ങനെ പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്ത് വേറെ രണ്ട് കൈയിലും ഒരു കയ്യിൽ തവിയും മറ്റേതിൽ ടീസ്പൂണൊക്കെ പിടിച്ചിട്ട് വേഗം തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാ. അപ്പോൾ സെറ്റപ്പായിട്ട് വന്നിട്ട് എല്ലായിടത്തും ക്യാരറ്റും സബോളയൊക്കെ സൂപ്പറായിട്ട് പിടിച്ച് വന്നു. അപ്പോഴത്തേക്കും തുമ്പി വന്നുട്ടാ വേഗം തന്നെ. അപ്പം ഞാൻ ചായയൊക്കെ വെച്ചിട്ട് അവളെയൊക്കെ കുളിപ്പിച്ചിട്ട് ഞങ്ങളിത് ചായ കുടിച്ചിട്ട്. അപ്പോൾ നൂഡിൽസ് ആയ കാരണം ചൂടാറും അവരെ കാത്തിരുന്ന. അപ്പം ഞങ്ങൾ വേഗം തന്നെ ചായ കുടിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ 2 പേര് വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് നന്ദു വന്നു കേട്ടോ. മഴ കിട്ടണേറ്റ് മുന്നേ നന്ദു വന്നു. ഞങ്ങളുടെ ചായ കുടി കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തു കേട്ടോ. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു കുഞ്ഞ് വരുമ്പോൾ നല്ല മഴ കിട്ടും. അപ്പം ഞാനിങ്ങനെ കുഞ്ഞിനെ കാത്ത് നിൽക്കാം. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം കേട്ടോ. സ്കൂൾ ബസ്സിലാണ് വേറെ ബസ്സിലല്ല. അപ്പോൾ കുറച്ചിങ്ങനെ നടക്കണം. അപ്പോൾ അവള് മഴയും കൊണ്ട് വരണം കേട്ടോ. മഴയൊക്കെ കിട്ടി വേഗം നനഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വരണം. അപ്പോൾ അവളും വന്ന് കാല് കഴുകാൻ വന്നോളം വന്ന് കാല് കഴുകിയിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് ചെളിയിലൊക്കെ ചവിട്ടിന്ന് പറഞ്ഞിട്ട് വരണം. അപ്പോൾ കാലൊക്കെ കഴുകി കയറി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ നൂഡിൽസ് ആദ്യമായിട്ടാണ് കഴിക്കണതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല ടേസ്റ്റാണ്, കുഴപ്പമില്ല. ഈ പീക്ക് നല്ല എരിവുണ്ടാവുമല്ലോ, ഇതിന് എരിവൊന്നുമില്ല, കുട്ടികൾക്ക് നല്ലോണം കഴിക്കാം കേട്ടോ. അപ്പോൾ അവർ കഴിച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.